അവസാനത്തെ സീനുണ്ടല്ലോ ഈ സർക്കിള് സിഗരറ്റ് റിങ് വിടുന്നത്, ഇതിനു മുമ്പും പല സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. ഈ നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. ഹലോ നമസ്തേ, കഫ്ലിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് കളങ്കാവിന്റെ ട്രെയിലറാണ്. അതിനു മുമ്പ് ചെറിയൊരു സർപ്രൈസ് ഉണ്ട് അല്ലേ? അപ്പൊ എന്താണ് ആ സർപ്രൈസ്? ചെറിയൊരു ഗീവ് എന്ന് പറയാൻ ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട്. അത് അവസാനം പറയാം. നമുക്ക് ആദ്യം കണ്ടു നോക്കാം ട്രെയിലർ. ഓക്കെ. മമ്മൂട്ടി കമ്പനി വെനം വിനീത് കാണ്ടി സപ്രസ്ഡ് ഫോറെവർ. തിരുവനന്തപുരം ജില്ലയുടെ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കോട്ടായിക്കോണം അവിടുത്തെ രണ്ട് യുവാക്കൾ തമ്മിലുണ്ടായ നിസ്സാരമായൊരു തർക്കം അവരുടെ സുഹൃത്തുക്കൾ ഏറ്റുപിടിച്ച് വലിയൊരു വഴക്കായി മാറി. പിന്നീട് അത് നാട്ടിലെ രണ്ട് പ്രബല സമുദായങ്ങൾ തമ്മിലുള്ള ഒരു ലഹളയായി മാറുന്നു. ആ വർഗീയ കലാപത്തിന്റെ തായ്വേരുകൾ തേടിച്ചെന്ന കേരള പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിനു മുന്നിൽ അവിചാരിതമായി തുറന്നു കിട്ടിയ ഞെട്ടിക്കുന്ന തെളിവുകളുടെ കഥ. തിരഞ്ഞ് ഒടുവിൽ തങ്ങൾ എത്തി നിൽക്കുന്നത് ഒരു മഞ്ഞുമലയുടെ അറ്റത്താണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ നടത്തിയ അത്യസാധാരണമായൊരു കുറ്റാന്വേഷണത്തിന്റെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. ഇതിനൊരു അവസാനമല്ലോ സാറേ. സാറേ അവർ ഇത്രയൊക്കെ ചെയ്തിട്ട് എങ്ങനെയാണ് സാറേ ഞാൻ സമ്മാനം തിരിച്ചു കൊടുത്തത്? സാറേ നമ്മൾ വിചാരിച്ചത്ര ബ്രില്യൻ്റ് അല്ലെന്നാണ് തോന്നുന്നത്. ഒരു രക്ഷയില്ലേ? ഏറ്റവും കൂടുതൽ മനുഷ്യന് കളം കാവൽ വെനം വിനീത മമ്മൂട്ടി. നവംബർ 27 കളം കാവൽ. വില്ലൻ വെറും വില്ലനല്ല, ഒരു ചെകുത്താൻ തന്നെയാണ്. ആ ലാസ്റ്റത്തെ ആ സീനിലുണ്ട് എല്ലാം അല്ലേ? ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നത് എന്തിനെ കൊല്ലുമ്പോഴാണെന്ന് അറിയാവോ? ഇതുപോലത്തെ ഡയലോഗ് നമ്മുടെ മറ്റേ ജല്ലിക്കെട്ടിലുണ്ട്. ഏറ്റവും കൂടുതൽ രുചിയുള്ള ഇറച്ചി ഏതിൻ്റെയാണോ ചോദിക്കുമ്പോൾ അതാണ് ഓർമ്മ വന്നത്. പിന്നെ ഈ അവസാനത്തെ സീനുണ്ടല്ലോ ഈ സർക്കിള് സിഗരറ്റ് റിങ് വിടുന്നത്, ഇതിനു മുമ്പും പല സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. ഈ നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. ആദ്യത്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ തണുത്ത വെളുപ്പം കാലത്ത് അതിനകത്ത് സത്യത്തിൽ ഹരിയേട്ടനെ ഉദ്ദേശിച്ച് തന്നെയാ ഞാനും കൂടെ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ട് ഇങ്ങനെ തന്നെ കൊണ്ടുവന്നേക്കുന്നത്. സീരിയസ് ആയിട്ടുള്ള കാര്യം പറയണ്ടെങ്കിപ്പോഴത്തേക്ക്. പിന്നെ ബ്ലാക്കില് വേണ്ട ജയിലിൽ സെല്ലി കിടന്ന് വിട്ടു. പിന്നെ ഈ ചെയിൻ സ്മോക്കർ ആയിരുന്നടാ പണ്ട് ഒരു ഇന്റർവ്യൂല് പറയാനുണ്ട്. പിന്നെ നമ്മുടെ കോബ്രയിലത്തെ ശിവദാസ് നായിഡു വരുമ്പോഴത്തേക്കും വേണ്ട അതെ. പിന്നെ അത് നമ്മുടെ അഴകിയ രാവണൻ. ഇത് വിഷയ ക്യാരക്ടറായിരുന്നു. വേദിരിക്കുന്ന കോടീശ്വരൻ. എടാ ഇത് എടാ ഇനി കുറെ സിനിമകൾ ചെയ്യണുണ്ട്. ഇപ്പം വേറൊരു സിനിമ കാണിച്ചു തരാം. അത് ഏത് സിനിമയിലാണെന്ന് നിങ്ങൾ പറയണം. അതാണ് നമ്മുടെ ചെറിയൊരു ടാസ്ക്. അത് പറയുന്നവർക്ക് അത് പറയണവർക്ക് നമ്മള് ചെറിയൊരു കളങ്കാവല് സിനിമ കാണാൻ പോകുന്ന ഒരു ടിക്കറ്റ് സ്പോൺസർ ചെയ്യും. അപ്പൊ അതിന്റെ പൈസ നമ്മൾ അയച്ചു തരികയാണ് ചെയ്യണത്. അപ്പൊ നിങ്ങൾ ഈ പടം ഏതാണെന്ന് കണ്ടിട്ട് അത് ഏത് പടമെന്ന് നിങ്ങൾ കമന്റിൽ ഇടണം. അതിന്റെ കൂട്ടത്തിൽ നിങ്ങളെ ഇൻസ്റ്റ ഐഡിയും കൂടെ മെൻഷൻ ചെയ്യണം. ഇതാണ് നമ്മുടെ ടാസ്ക്. അപ്പൊ അത് ചെയ്യണവർക്ക് അത് സെലക്ട് ചെയ്യുന്ന ഒരാളുടെ നമ്മൾ ഉറപ്പായിട്ടും
അത് സെലക്ട് ചെയ്യുന്നതായിരിക്കും. സെലക്ട് ചെയ്യണത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടാം. അത് അടുത്ത വീഡിയോയിലുണ്ട്. അപ്പൊ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോണം. അപ്പൊ ആരാണ് ആ ഭാഗ്യവാൻ നമുക്ക് അറിയില്ല. ഫോളോ ചെയ്ത് വെച്ചത് നിങ്ങളെ ഇഷ്ടം. പിന്നെ കമന്റ് ശരി ഉത്തരം പറയുന്നവർക്കാണ് നമ്മളത് എടുക്കുന്നത്. അതൊന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ ഉറപ്പായിട്ടും തരും. ഇൻസ്റ്റാ അക്കൗണ്ട് വഴി നമ്മൾ മെസ്സേജ് ചെയ്ത് അയക്കാം. അപ്പൊ ഇതിന്റെ കമന്റ് ബോക്സിൽ ഇൻസ്റ്റാ ഐഡിയും പിന്നെ ഏത് സിനിമയാണെന്ന് മെൻഷൻ ചെയ്യണം. ഓക്കെ, സീൻ കാണിച്ചു തരാം. ഇതിനകത്താണ് കറക്റ്റ് റിങ് അടിക്കണത്. എന്റെ മോനെ ആ വട്ടം തിരിച്ചു. അപ്പം ഇതാണ് നമ്മുടെ ടാസ്കും നമ്മുടെ വീഡിയോ. അപ്പൊ നമ്മള് വിഷയത്തിൽ നിന്ന് തെന്നി മാറിപ്പോയി. എങ്ങനെ ഉണ്ടായിരുന്നു ട്രെയിലർ? എന്ത് പറയാനാണ് എടാ, ഇത് എനിക്ക് ആദ്യം കണ്ട സ്കോഡ് പോലെയൊക്കെ തോന്നി. വേറൊരു സ്ഥലത്ത് കേസ് അന്വേഷിക്കാൻ പോകുന്നതും ഫസ്റ്റ് ഇൻട്രോ മറ്റേ ഇതില്ലേ ന്യൂസ് പറയണം, അത് സിനിമ കാണാൻ ചാൻസ് ഇല്ല. അത് എന്തോ പറയാൻ പറ്റൂടാ. ചിലപ്പോ ഏതെങ്കിലും യൂട്യൂബർ ഇങ്ങനെ ഇരുന്ന് പറയുന്ന അങ്ങനെ ആയിരിക്കാം. പക്ഷെ ഇതില് മമ്മൂക്കയുടെ അധികം സീനുകളൊന്നും കാണിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം. എനിക്ക് അതിൽ ഏറ്റവും ഇതിലിപ്പോ കാണിച്ചതിൽ വെച്ച് വിനായകൻ ഒരു രക്ഷയില്ലാത്ത വോയിസ് മോഡുലേഷൻ ഒക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം, ടീസറില് എന്തുവാണ് മറ്റേ ഗ്ലാസ് ഇങ്ങനെ പൊക്കി നോക്കുന്നു, ഇതിനകത്ത് സിഗരറ്റ് വലിച്ചോണ്ടിരിക്കുന്നു. അല്ല വേറെ ഒരു സംഭവങ്ങളൊന്നും വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. പുറത്ത് വിട്ടിട്ടില്ല കറക്റ്റ്. അല്ല ഈ പറഞ്ഞ മറ്റേ എന്തൊരു മോഹൻ, സൈനയുടെ മോഹൻ. പക്ഷെ സൈനയുടെ മോഹന്റെ ക്യാരക്ടർ വെച്ച് നമ്മൾ ഇതുവരെ ഇമാജിൻ ചെയ്തത് കുറെ സ്ത്രീകളെ കൊല്ലുകയും അത് തന്നെ അങ്ങനെയൊക്കെയാണ്. പക്ഷെ പടം 16+ ആണ്. മാത്രമല്ല ഈ ട്രെയിലറിൽ അതിനെ പറ്റി ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. വേറെ എന്തോ ഒരു കേസുകളായിരിക്കാം. അപ്പൊ റൂമറുകളൊക്കെ ചിലപ്പോ തെറ്റായിരിക്കാം സൈനയുടെ മോഹന്റെ ആണെന്നുള്ളത്. മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യണ ഓരോ ടൈറ്റിലും ഇത് റെഡ് കളറിലാണ്. അതിന് ഡൊമിനിക്ക് വയലറ്റ് ആയിരുന്നു. പിന്നെ അതിനു മുമ്പ് ഏതാ മറ്റേ ഇത് കാതല് ചോപ്പാണ്. കുറച്ച് സീരിയസ് ആയ പടങ്ങളെല്ലാം ചോപ്പിലാണ് അടിക്കുന്നത്. നേരത്തെ മയക്ക മഞ്ഞയിലായിരുന്നു, റോഷാക്കാണ് വെള്ള. അപ്പം ഇതെന്താണ് ഒരു ഡെവിലിഷ് ടൈപ്പ് ആയതുകൊണ്ടായിരിക്കണം. ഡെവിലിഷ് സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് റെഡ് കളറെ കൊടുത്തു. അപ്പൊ അതാണ് ട്രെയിലറിനെ പറ്റി പറയാനുള്ളത്. അപ്പൊ നമ്മുടെ ചെറിയ സർപ്രൈസിന്റെ കാര്യം മറക്കണ്ട കാര്യം. അപ്പൊ ആ പടം ഏതാണെന്ന് നിങ്ങൾ കമന്റിൽ മെൻഷൻ ചെയ്യുക. നിങ്ങളെ ഇൻസ്റ്റാ ഐഡിയും കൂടെ അതിൽ കൂടെ മെൻഷൻ ചെയ്യുക. ഇതിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാളെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ആരാണ് വിന്നർ എന്ന് പറയും. ഓക്കെ, അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നിങ്ങൾ സിനിമ കാണാത്ത ആ കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ ഇത് അയച്ചു കൊടുത്തിട്ട് അവരെയും കൂടെ നമുക്ക് സിനിമ കാണിക്കാം. ഓക്കെ, അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി കഫ്ലിക്സ് ഉടനെ വരും. പുതിയ വിശേഷങ്ങളുമായി ഉടനെ വരുന്നത് വരെ അതെന്ത് എന്തോ ആയിക്കോട്ടെ.